ഹലോ, അപ്പം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് താനിൻ്റെ മാല കുറേയായി പൊട്ടിയിട്ട്, അപ്പോൾ അത് മാറ്റാനും പിന്നെ എനിക്കൊരു കമ്മലെടുക്കാനും വേണ്ടിയിട്ട് പോവാട്ടോ. തലശ്ശേരിയിൽ കല്യാണത്തിൽ കുറിയുണ്ട്. അപ്പോൾ അത് കാലാവധി കഴിഞ്ഞു. അപ്പോൾ അതിന് മാറ്റിയെടുക്കാൻ വിചാരിക്കുന്നു. കുറേ സേവർ വിളിക്കുന്നു. അപ്പോൾ അമ്മ ആൻ്റിയാണ്, ആൻ്റിയല്ല അമ്മയാട്ടോ മരുത്തരുന്ന്. പൊട്ടിയിട്ട് കുറേയായി പറയുന്നു മാറ്റണമെന്ന്. അച്ഛനും അമ്മയും വാങ്ങിയ മാലയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാതില നോക്കണം. എൻ്റെ പഴയ കാതിലുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു കാതില മാറ്റണം. അപ്പം അതിന് വേണ്ടി പോകും. അപ്പോൾ റെഡി ആവട്ടെ. സെറ്റായി. ഇനി നേരെ പോവുക വേണ്ടി. ഇവിടെ ഒരാൾ ഒച്ചപ്പാടും ബഹളമാണ്. ഭയങ്കര ശാഠ്യത്തിലാണ്. എന്നാലേ ഞാൻ പോയിട്ട് വരുന്നേ. എന്നല്ലോ താനി വാ. ഭയങ്കര ഡിമാൻഡ് കശിക്ക് ഒറ്റക്ക് പോകുന്നതുകൊണ്ട്. അപ്പം അമ്മ തായി എത്തി. നമ്മൾ ബസ്സിനാട്ടോ പോകുന്നു. അപ്പോൾ പോയിട്ട് വരട്ടെ. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നറിയില്ല. വീഡിയോ നോക്കാം, പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. ഓക്കെ. ഓ വാവേനെ കാണിച്ചിനാ. ടാറ്റ പറ. ചീർപ്പൊന്നും എടുക്കല്ല. ഉമ്മ എടുത്താ ഉമ്മ എടുക്ക. അപ്പോൾ പോയിട്ട് വരണം. ഇപ്പം താനും ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് സമയത്തേക്ക്. അപ്പം നമ്മൾ അക്ഷയ ബസ്സിലാട്ടോ അപ്പോൾ ഒന്ന് അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നവിടെ തന്നെ ബസ് കിട്ടീന്. അപ്പം വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് മഴക്കാറുണ്ടായിരുന്നു. വേഗം വണ്ടി പിടിച്ച് കല്യാണത്തിലെത്തി. എന്നിട്ട് കമ്മൽ നോക്കി. നല്ല രസമുണ്ട് കേട്ടോ, എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതാട്ടോ എടുത്തത്. അപ്പോഴേക്കും ഭയങ്കര ട്വിസ്റ്റ് നടന്നു. ഭദ്രമായിട്ട് എന്നിട്ട് അതപ്പാട് നിങ്ങൾ ഇതൊക്കെ തമ്മിൽ ഇതെല്ലാം ഒരുമിച്ച് വെച്ച് അച്ഛൻ എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളത് എടുത്തില്ല, എല്ലാം നാളെ എടുത്തിട്ട് വന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകില്ല. അവിടെ നല്ല അടിപൊളി കോഫി കിട്ടി. ഞാനും അമ്മയും ചർച്ച ചെയ്യുന്ന എന്നാണ് നമ്മൾ പോയത് മാല മാറ്റാനോ. മാല എടുക്കാണ്ട് വന്ന്. മാലയില്ല, കമ്മലില്ല. താരിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി ഉറുക്കില്ല, എല്ലാം പൊട്ടീനല്ല. അത് അവള് വായുണ്ട ഇതാക്കിയിട്ട് ചതഞ്ഞിന്. അപ്പം അത് മാറ്റാനാണ് വന്ന്. അതെടുക്കാണ്ട് വന്ന്. എന്താ ചെയ്യുക? എന്നിട്ട് നമ്മൾ രണ്ടാളും അടിയായിരുന്നു. ഇവിടെ ഓറ് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ വിളിച്ച് നോക്ക് അവിടെ ഉണ്ടോയെന്ന്. എന്നോട് അമ്മ പറഞ്ഞ് എൻ്റെ ബാഗിൽ തന്നെ വെച്ചിരുന്നു. അപ്പം നമ്മൾ ഗംഭീര അടി. അവിടെ തന്നെ ഗംഭീര അടിയായിരുന്നു. ഇനി നോക്കി നോക്ക് എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ലമ്മ, ഞാൻ അങ്ങനെ വെച്ച് അലമാരിയിൽ വെച്ച് പൂട്ടീന്. അലമാരിയിൽ അമ്മക്ക് കൊടുത്തിനേനു. അപ്പം അമ്മ അത് എപ്പോൾ ഉള്ള പോലെ തന്നെ വെച്ചിന. അപ്പം അത് സംഭവം ഭയങ്കര അടിയായിപ്പ്. ഞാൻ ചോദിച്ചിട്ടില്ല അമ്മേനോട് അമ്മ എടുത്തിട്ടൊന്നും. അമ്മ എന്നോട് ചോദിച്ചിട്ടില്ല. ഈ കൊണ്ടുവരുന്ന ഇതെന്തായാലും ജ്വല്ലറിയിലല്ലേ പോകുന്നത്. അപ്പോൾ സാധനം എടുത്തിട്ടുള്ള ഈ ലൈഫ് എന്താ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി കളക്ഷനെല്ലാം ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ മാസം അടക്കുന്ന കുറി പോലെയല്ലേ, കുറിയല്ല എന്നാൽ മാസത്തവണയായിട്ട് ഇപ്പോൾ 2000 രൂപ വെച്ചിട്ട് 11 മാസത്തേക്ക് അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവില്ലേ. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് സമയം. എത്ര സമയമാണെന്നാ പോയത്? നമ്മളൊരു 11:30-12 മണിക്ക് എത്തിന്. നമ്മൾ തിരിച്ചു പോയത് 2 മണി അങ്ങനെ. ആകെ ഒരു കമ്മലേ എടുത്തിട്ടുള്ളൂ. അതിനാന്നിങ്ങനെ
കുറേ OTPയും എന്തെല്ലോ എടുങ്ങാറാണ്. പക്ഷേങ്കിൽ നല്ലതാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള പൈസയല്ലേ എങ്ങനെയെങ്കിലും ചിലവായിപ്പോൾ. ഇതാകുമ്പോൾ മാസം 2000 ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് 11 വരെയേ ഇടണ്ടു. പക്ഷേങ്കിൽ നമുക്ക് പൈസ ബാലൻസ് ആകുമ്പം 12 മാസത്തെ കിട്ടും. ഇപ്പം 2000 എക്സ്ട്രാ 11 മാസത്തിന് 12 മാസത്തെ പൈസ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പം നമുക്കത് ലാഭമല്ലേ. ഇവിടെ കല്യാണിൽ മാത്രമേ ഉള്ളൂ. ചെമ്മണ്ണൂരൊന്നും ഞാൻ അങ്ങനെ ചെമ്മണ്ണൂരിലെല്ലാം എത്രയാണോ പൈസ ഇട്ട് അത് ആ പൈസ. ഇവിടെ കല്യാണിലാണ് ഞാൻ അങ്ങനെ കണ്ടത്. നമ്മൾ ആദ്യം ചെമ്മണ്ണൂർ ഉണ്ടായിന്. എല്ലാം കഴിഞ്ഞ് നല്ല പരുന്തിൻ്റെ ലോക്കറ്റ് ഉണ്ട്. നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇവിടെ പോസ്റ്റ് അടിച്ച് അപ്പോൾ ഊറ് ചോദിക്കുക ഒരു കാപ്പിയും കൂടി എടുത്ത് തരട്ട്. വേണ്ട, ലേറ്റായി എൻ്റെ മോള് കരയുന്നുണ്ടാവും. പക്ഷേ പ്രശ്നമൊന്നുമില്ല, അവള് എല്ലാവരുടെയും നിൽക്കുകയെല്ലാം ചെയ്യും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓക്ക് കളിക്കാൻ ഒരാൾ വേണം, ജസ്റ്റ് നോക്കാൻ. അപ്പോൾ എൻ്റെ അമ്മ എല്ലാം കൂടി സംഭവം കിട്ടി. ആ 2 കാതിലേ വേണ്ടു. ഇതിപ്പം നമ്മൾ റെഡി ക്യാഷും കൊണ്ടാണെങ്കിൽ എപ്പം വാങ്ങിപ്പോയും ചോദിച്ചാൽ മതി. ഇതിങ്ങനത്തെ ഇതായതുകൊണ്ടാണ് ഇത്രയും ഗുലുമാൽ. പക്ഷെ നല്ലതുമാണ്, ഒന്നും പറയാനും പറ്റൂലപ്പം. നമ്മൾക്ക് പെട്ടെന്നൊന്നും ഇത്രയും പൈസ കൊടുത്തിട്ട് ഇതിന് 14,000 അത്രയൊക്കെ ഉണ്ട് ചെറിയ കമ്മലിന്. ഇപ്പം സ്വർണ്ണത്തിനെല്ലാം ഭയങ്കര പൈസയല്ലേ. അപ്പം എൻ്റെ അമ്മേൻ്റെ മുഖം നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോ സാധനം കഴിഞ്ഞതിന് മോതിരം വാങ്ങി, താനിക്ക് ഉറുക്ക് വാങ്ങി. അപ്പോൾ അമ്മ ചോദിക്കുക പേഴ്സൊന്നും ഇല്ലേ. അപ്പം അതും വാങ്ങി പോക്കായി. എന്നോട് അവൻ ചോദിച്ച് നിന്ന് നല്ലോണം വീഡിയോ എടുക്കും. ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ അതിയാ എന്നെല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾ നടന്ന് തലശ്ശേരി ബസ് സ്റ്റാൻഡ് എത്തി. അപ്പോൾ താനിക്ക് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആടെ ജയിൽ ബിരിയാണി ഉണ്ട്, 75 റുപ്യ. അപ്പോൾ അതാദ്യം വാങ്ങി. പിന്നെ നമ്മൾ പോയ ബസ്സിൽ തന്നെ കേട്ടോ തിരിച്ച് വന്നത് അക്ഷയയിൽ. അപ്പം 3 സീറ്റെല്ലാം ആയിട്ട് പിന്നെ കടലക്കെല്ലാം കുറച്ചിട്ടാട്ടോ വീട്ടിലേക്ക് വന്ന്. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.